ഒരു ദിവസം വലിയൊരു വെള്ളപ്പൊക്കമുണ്ടാകുകയാണ്. നദിയിൽ കൂടി തടികൾ ഒഴുകി വരുന്നു. ഒരാൾ നോക്കുമ്പോൾ തടികൾ ഒഴുകി വരുന്നു. അയാൾ വേഗത്തിൽ തൻ്റെ ഭാര്യയെ വിളിച്ചത് കാണിച്ചു. ആ തടി നമ്മൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കതുകൊണ്ട് കട്ടിലുണ്ടാക്കാൻ കഴിയും, കസേരകൾ ഉണ്ടാക്കാൻ കഴിയും, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള അത്രയും ഫർണിച്ചറുകൾ നമുക്ക് ഉണ്ടാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി നീന്തി ആ തടിയുടെ അരികിലേക്ക് ചെന്നു. ആ തടിയിൽ പിടിച്ചു. അത് സൂക്ഷ്മതയോടെ കരയ്ക്ക് എത്തിക്കേണ്ടതാണ്, അങ്ങനെ കൊണ്ടുവരേണ്ടതായ തടി. എന്നാൽ കരയിലേക്ക് വരാൻ കഴിയുന്നില്ല. ഇവൻ അതിനോടൊപ്പം ഒഴുകിപ്പോവുകയാണ്. ഭാര്യയും മക്കളും ഒച്ച വെച്ച് നിലവിളിക്കുകയാണ്, അയ്യോ എന്താണ് നിങ്ങൾ ഒഴുകിപ്പോകുന്നത്, വേഗം അതുമായി കരയിലേക്ക് നീന്തി വരൂ, വേഗം നീന്തി കരയിലേക്ക് വരൂ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. ഇത് കേട്ടതായ അവരുടെ കൂട്ടുകാരും നാട്ടുകാരുമൊക്കെ വന്ന് ചോദിച്ചു, എന്താണ്, എന്തു പറ്റി? അപ്പൻ ആ തടി പിടിക്കാൻ വേണ്ടി പോയതാണ്, എന്നാൽ പിടിച്ചുകൊണ്ട് വരുവാൻ കഴിയുന്നില്ല, അതിനോടൊപ്പം ഒഴുകിപ്പോകുന്നു. എടാ, അത് വിട്ടിട്ട് പോരെ, മുൻപിൽ വലിയൊരു വെള്ളച്ചാട്ടമുണ്ട്, അവിടെ വീണാൽ നിന്റെ ജീവൻ നഷ്ടപ്പെടും, അതുകൊണ്ട് വേഗത്തിൽ തടി വിട്ടിട്ട് നീ തിരികെ നീന്തി കരയ്ക്ക് എത്തുവാനായിട്ട് നോക്കൂ. എല്ലാവരും ബഹളം വയ്ക്കുകയാണ്. ഭാര്യ കരയുന്നു, കുട്ടികൾ കരയുന്നു, അപ്പാ അപ്പാ ആ തടി വിട്ടേക്കൂ അപ്പാ, ജീവൻ രക്ഷിക്കൂ അപ്പാ. എല്ലാവരും നിലവിളിക്കുകയാണ്. അവനപ്പോൾ വിളിച്ചു പറയുകയാണ്, എടാ, കരയിലേക്ക് വരണമെന്ന്, നിങ്ങളുടെ അരികിലേക്ക് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ ഇതെന്നെ വിടുന്നില്ല. അതെന്താണ് നിന്നെ വിടാത്തത്? അതിനെ വിട്ടിട്ട് നീ വരിക. എനിക്കും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ ഭാര്യയുടെ മക്കളുടെ അടുത്ത് വരാൻ ആഗ്രഹമുണ്ട്, എന്നാൽ ഞാൻ കൈവിട്ടിട്ടും ഇതെന്നെ വിടുന്നില്ല, ഇതെന്നെ കടിച്ചു പിടിച്ചിരിക്കുകയാണ്. എന്താണ് നിനക്ക് സംഭവിച്ചത്? എന്തു പറ്റി? തടിയാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ നീന്തി ഇവിടേക്ക് വന്നത്, തടിയാണെന്ന് വിചാരിച്ചാണ് ഞാൻ പിടിച്ചത്, എന്നാൽ പിന്നീടാണ് മനസ്സിലായത് ഇത് തടിയല്ല, ഇത് മുതലയാണ്. എന്താണോ തന്നെ ആകർഷിച്ചത്, എന്താണോ ആകർഷണീയമായി തനിക്ക് തോന്നാനിടയായത്, വീട്ടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇഷ്ടമുള്ളത്രയും ഫർണിച്ചർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് താൻ വിചാരിച്ചത്, അടുത്ത് ചെല്ലുന്നത് വരെ അത് മുതലയാണെന്ന് അവൻ അറിയാൻ കഴിയുമായിരുന്നില്ല. അടുത്ത് ചെന്ന ഇവനെ ആ മുതല പിടിക്കുവാനിടയായി. ആഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? പുറത്തു വരണം. എന്താണ് ആഗ്രഹം? ജീവിക്കണം. എന്താണ് ആഗ്രഹം? കുടുംബം പോറ്റണം. എന്നാൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? എന്താണോ തന്നെ ആകർഷിച്ചത്, എന്താണോ തന്റെ ഉള്ളിൽ ആഗ്രഹത്തെ കൊടുത്തത്, അതുതന്നെ അവനെ ഇപ്പോൾ പിടിച്ച് മുക്കിക്കളയുകയാണ്, ഇല്ലാതാക്കാനായി നോക്കുകയാണ്. പലരും ഏതോ ഒരു ആകർഷണീയത്തിൽ, ഏതോ ഒരു അശുദ്ധിയിൽപ്പെട്ട് അടിമയായി ജീവിക്കുന്നവരുണ്ട്. ഏതോ ഒരു വ്യക്തിയുടെ മുൻപിൽ നിന്റെ ജീവിതം നീ സമർപ്പിച്ചിരിക്കുന്നു. ഫലമായി ആ ചുഴിയിൽ നിന്ന് പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല. വിശുദ്ധിയോടെ ജീവിക്കാൻ നിനക്ക് കഴിയുന്നില്ല. ആത്മീയതയോടെ ജീവിക്കാൻ നിനക്ക് കഴിയുന്നില്ല. ഭാര്യയെ മക്കളെ സ്നേഹിക്കാൻ, കുടുംബത്തെ പോറ്റിപ്പുലർത്താൻ നിനക്ക് കഴിയുന്നില്ല. നന്നായി പഠിക്കാൻ കഴിയുന്നില്ല. നിനക്ക് ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല. ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ല. സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ല. കടഭാരങ്ങൾ വീട്ടാൻ കഴിയുന്നില്ല. കാരണം അറിയാമോ? അശുദ്ധി നിറഞ്ഞതായ ചില ശീലങ്ങളിൽ നീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ഹൃദയം ദൈവത്തിന്റെ മുൻപാകെ ശരിയായത് അല്ല. ഗുരുതരമായ ദുഷ്ടതയിലും അനീതിയിലും നീ ഇന്ന് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നീ നാശത്തിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ, നരകത്തിലേക്ക് പോകുന്നതിന് മുൻപേ, ദൈവമേ ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തിരികെ പോരുക, രക്ഷപ്പെടുക. ഈ റീൽ ലൈക്ക് ചെയ്യുക, അനേകം ആളുകൾക്ക് ഷെയർ ചെയ്യുക.